ഒരു മുമ്പേടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ കുട്ടികളെല്ലാവരും യാത്ര പറയുന്നു. അപ്പം ഗ്രേസമ്മയ്ക്കും മാമച്ചായനൊക്കെ ഭയങ്കര വിഷമം, കുട്ടികൾക്കും ഭയങ്കര വിഷമം. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇനി ടെൻഷൻ്റെ നടുവിലേക്കാണ് പോണത് എന്ന് പറയും. ഞങ്ങൾ പോയാലും നിങ്ങളെല്ലാവരും അങ്ങോട്ട് വരണം എന്ന് പറയും. ഞങ്ങൾ വന്നിരുന്നല്ലോ എന്ന് ഗ്രേസമ്മ പറയുമ്പോൾ അന്ന് ഇങ്ങനെ അല്ലല്ലോ, ഈ സിറ്റുവേഷൻ അല്ലല്ലോ, അപ്പോൾ അതൊക്കെ ഒരു മാറ്റം വന്നില്ലേ, ഇനി ഞങ്ങളും ആൻറ്റിയും വരണം എന്ന് പറയും. ഞങ്ങൾ വരുമ്പോൾ അലീന അവിടെ ഉണ്ടാവുമോ എന്ന് ചോദിക്കും. അത് ഞങ്ങൾക്കറിയില്ല, അലീന ചേച്ചിക്ക് മാത്രമേ അറിയുള്ളൂ, ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയും. അപ്പോൾ വിതയം പറയും അതെ എന്ന് പറയും. നിങ്ങളുടെ അമ്മ വിചാരിച്ച അലീന ചേച്ചി അവിടെ നിൽക്കും എന്ന് മാമച്ചായൻ പറയും. അമ്മ വിചാരിക്കില്ലല്ലോ എന്ന് പറയും ബബിത. അമ്മ തോറ്റു കൊടുക്കൂല അങ്ങളെ. അതെ, ഞങ്ങൾ തോറ്റു കൊടുക്കാം എന്ന് കൃഷ്ണമോളും പറയും. ആരെങ്കിലും ഒരാൾ തോറ്റാലല്ലേ ഒരാൾ ജയിക്കുള്ളൂ എന്ന് പറയും. അത് കൃഷ്ണമോൾ പറഞ്ഞത് സത്യം എന്ന് മാമച്ചായനും പറയും. അങ്ങനെ താക്കോലെടുക്കാൻ മറക്കും നമ്മുടെ രോഹിത്ത്. പിന്നീട് മുകളിലേക്ക് പോയി താക്കോലെടുക്കാൻ പോകുമ്പോൾ നമ്മുടെ ഒരു രേവതി കുട്ടി അവിടെ നിൽക്കുന്നുണ്ടാവും. എങ്ങോട്ടാന്ന് ചോദിക്കും. താക്കോലെടുക്കാൻ മുറിയിലേക്ക്. എന്താണ് ആ താക്കോല് എന്ന് പറയും. അത് ശരി, ഇതെടുത്ത് കൈ പിടിച്ചിട്ടുള്ള എന്നെ ഇങ്ങോട്ട് നടത്തിച്ചേന്ന് ചോദിക്കും. അത് വെച്ച ആൾ വന്നെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടെന്ന് പറയും. ഇങ്ങനെ താക്കോല് ഇതായോ എന്ന് പറയും. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത്തിരി വഷളാനാണെന്നാണ് എന്ന് പറയും. എന്നിട്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഡീസൻ്റാ, എൻ്റെ അലീന ചേച്ചിക്ക് പറ്റിയ ആങ്ങളെ തന്നെയാണെന്ന് പറയും. ആണോ, എന്നാൽ താക്കോലിതാ പോട്ടെ എന്ന് പറയും. ഞാനും വരാമെന്ന് പറയും. അങ്ങനെ ഒരു യാത്രയൊക്കെ പറഞ്ഞ് പോകുന്നു. ഒരുപാട് ടാറ്റയൊക്കെ കൊടുക്കും ഒരു വിഷമത്തോടെ. അങ്ങനെ ഒരു ഭാഗമാണ് കാണിക്കുന്നത്. ഇതേ സമയം തന്നെ സ്റ്റാൻഡിൽ അന്വേഷിച്ച് നടന്ന് അതായത് ഡ്രൈവ് ചെയ്ത് ആവശ്യമായി ഗോവർദ്ധനൻ. അങ്ങനെ ഒരു കട എത്തുമ്പോൾ ആ കടൽ അവിടെ നിൽക്കണ്. അവിടെ തിരിച്ച് ചോദിക്കും, കടക്കാരനോട് ചോദിക്കുകയും ചെയ്യാം, നമുക്ക് ചായയും കുടിക്കാം. ഒരു സ്റ്റാലിനെ അറിയോ പട്ടാളക്കാരൻ എന്ന് ചോദിക്കും. അപ്പോൾ പറയും സ്മോൾ മേടിക്കാനുണ്ടെങ്കിലാണോ എന്ന് ചോദിക്കും. ഇവിടെ നാടൻ കിട്ടുന്ന സ്ഥലമുണ്ട് സാറേ, ഞാൻ പറഞ്ഞുതരാമെന്ന് പറയും. അല്ല, ഞങ്ങൾക്ക് അയാളെ കാണാനാണ്, പട്ടാളക്കാരനാണ് സ്റ്റാൻലി ജോസഫ് എന്ന് പറയുമ്പോൾ. ഓ, ആ പട്ടി വളർത്തുകാരനല്ലേ എന്ന് പറയും. പട്ടി വളർത്തുകാരനോ? ആ, അങ്ങോട്ടാരും പോകാറില്ല സാറേ, സാറിന് എന്താ ആവശ്യം? എനിക്കൊന്ന് കാണണം, പരിചയപ്പെടണമെന്ന് പറയും. പരിചയമില്ലാത്തവരവിടേക്ക് പോകാതിരിക്കുകയാണ് നല്ലതെന്ന് പറയും. അതെന്താണെന്ന് ചോദിക്കും. അയാൾ ആളാകെ പോക്കണം സാറേ, നേരം വെളുത്താൽ ഒരു കുപ്പി പൊട്ടിക്കും, അതുകൊണ്ട് മുഖം കഴുകും, പിന്നെ അവിടെ നിന്ന് അടി തുടങ്ങും. അപ്പോൾ ഇയാൾക്ക് ഭാര്യയും മക്കളൊന്നുമില്ലേ? ഭാര്യ ഉണ്ടായി ഒരെണ്ണം, 3-4 മക്കളും ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാവരും ഇട്ടിട്ട് പോയി. അതെന്താന്ന് പറയും. അത് പട്ടികളെ വളർത്തുന്ന പോലെയല്ലേ സാറേ മനുഷ്യന്മാരെ വളർത്താൻ നോക്കണത്, ആരായാലും പോകും എന്ന് പറയുന്നു. എന്തായാലും ഞങ്ങൾക്ക് അങ്ങോട്ട് പോയേ പറ്റൂ, വഴിയൊന്ന് പറഞ്ഞായോ എന്ന് പറയും. അങ്ങനെ വഴി പറഞ്ഞു കൊടുക്കണ്. അപ്പോൾ ഗോവർദ്ധനാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് നിൽക്കണ്. ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോണ പോലേട്ടാ, പോകാടോ, അതിനെന്താ കുഴപ്പം, നമ്മൾ അയാളുടെ ശത്രുവല്ലല്ലോ, അയാൾക്ക് നമ്മൾ ശത്രുവല്ല, പിന്നെന്താ. അതല്ല, എന്നാലും പട്ടികളൊക്കെ ഉണ്ടെന്ന് കേട്ടപ്പോൾ മനസ്സിലായി, താൻ പേടിക്കണ്ടോ, താൻ വണ്ടിയിലിരുന്നാൽ മതി, ഞാൻ പൊക്കോളാം എന്ന് പറയുന്നു. അയാൾ നമ്മളെ കാണാൻ സമ്മതിച്ചില്ലെങ്കിൽ തിരിച്ചു പോരണം എന്ന് പറയും. അങ്ങനെ ലൊക്കേഷനൊക്കെ മേടിച്ച് ഒരു കാറിൽ കയറി. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബബിതയും കൃഷ്ണമോളും ഒക്കെ ഉറങ്ങണം. അതിനെ മാത്രം കണ്ണുറന്നിരിക്കുന്നുണ്ട്. ആൾക്ക് എന്തെങ്കിലുമൊക്കെ വേണം കുടിക്കാൻ, അല്ലെങ്കിൽ വെള്ളോടം പോകാനുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ ബബിതയ്ക്ക് ഒന്ന് വാഗമണ്ണൊക്കെ ഒന്ന് പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛനെ വിളിച്ച് സമ്മതം മേടിക്കാൻ നിൽക്കുന്നു. അപ്പം അച്ഛനോട് പറയും വാഗമണ്ണി പോകട്ടെ എന്ന് വെച്ചാൽ അച്ഛൻ പറയും വേണ്ട, പരീക്ഷയാണ് അടുത്ത ആഴ്ച, മര്യാദയ്ക്ക് എല്ലാവരും വീട്ടിലേക്ക് പോകുന്നു പറയും. ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നുന്നില്ല അച്ഛാ, അത് മനസ്സിലായി, വീട്ടിലേക്ക് പോകണമെന്ന് പോലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല, അതെനിക്കറിയാം, അതൊന്നും നോക്കണ്ട, മര്യാദയ്ക്ക് ഇപ്പം അങ്ങോട്ട് പോകാൻ നോക്കുമെന്ന് പറയും. ശരി എന്ന് പറയും. നശിപ്പിച്ചവള്, അച്ഛനോട് വാഗമണ്ണിലുണ്ടെന്ന് പറഞ്ഞാൽ പോരേന്നടി എന്ന് പറയും. പിന്നെ അങ്ങനെ ഇപ്പം കള്ളം പറഞ്ഞു പോകണ്ടെന്ന് പറയും. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ വേണമെന്ന് ചോദിക്കും രോഹിത്ത് വീണ്ടും. വേണം എന്ന് പറയും. ഒഞ്ഞൊരു രക്ഷയില്ല, പാലായിലേക്കുള്ള ഷോർട്ട് കട്ട് കടന്നു, ഏതാനും മിനിറ്റുകൾക്കോളം നമ്മൾ വീട്ടിലെത്തും എന്ന് പറയും. പറഞ്ഞ നേരം കൊണ്ട് തന്നെ വീട്ടിലെത്തും. അങ്ങനെ വീട്ടിലെത്തി അവർ ഒരാളോട് ഗേറ്റ് തുറക്കാൻ പറയും. അപ്പോൾ അടുത്ത ആളോട് തുറക്കാൻ പറയും. അപ്പോൾ നിങ്ങൾ തുറക്കണ്ട, ഞാൻ തുറക്കാമെന്ന് പറഞ്ഞ് അലീനെ ഇറങ്ങാൻ പോകുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് 2 പേരും പോയി തുറന്ന് അങ്ങനെ അവനാൻ്റെ സാധനങ്ങളൊക്കെ എടുത്തകത്തേക്ക് വരും. വീട്ടിലേക്ക് വന്നപ്പോൾ ചേട്ടത്തിക്കും അനിയത്തിക്കും ഭയങ്കര വിഷമം. വീണ്ടും പ്രശ്നത്തിലേക്ക് വന്നില്ലേ ചേച്ചി എന്ന് പറയുമ്പോൾ അതെ എന്ന് പറയും. ഒരു രോഹിത്തറയും ചേച്ചി എനിക്ക് നല്ലൊരു ചായ തരണം, 2 ദിവസമായി അത് കിട്ടിയിട്ടെന്ന് പറയും. നിങ്ങൾക്ക് നാരങ്ങ വെള്ളം വേണോ അതോ ചായ വേണോ എന്ന് ചോദിക്കും. ആദ്യം ചായ തന്നെ ആവട്ടെ എന്ന് പറയും. ശരി, നമ്മളിവിടെ എത്തിയ കാര്യം ഞാൻ ആദ്യം രേവതിക്കുട്ടി ഒന്ന് അറിയിക്കട്ടെ, അതിനുശേഷം മതി ചായ, മതി പോരേന്ന് ചോദിക്കും. മതി എന്ന് പറയും. അങ്ങനെ എന്താ വന്ന പാടെ തന്നെ 2 പേരിരിക്കുന്നു, ക്ഷീണമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും രോഹിത്ത്. അതെ, ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാ സന്തോഷവും പോയി, ഇന്നലെ ഉറങ്ങിയപ്പോൾ തന്നെ എത്ര നേരം, പാതിരേ നേരെ വെളുക്കാറായപ്പോൾ ഉറങ്ങിയെന്ന് പറയും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവരെ കാണിച്ചുകൊണ്ടാണ് ഇന്ന് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം.
പിന്നെ കാണിക്കുന്നത് പ്രമോണും ഗംഭീരമായ പട്ടികൾ, അതായത് ഭയങ്കര ഭീകരമായ പട്ടികളൊക്കെ അന്തരീക്ഷവും ആണെങ്കിലും നല്ല അടിപൊളി അന്തരീക്ഷവും സിറ്റുവേഷനും അങ്ങനെ കാടും പട്ടികൾ ഇങ്ങനെ ചാടിപ്പാഞ്ഞൊരു മനുഷ്യനെ കിട്ടിയാൽ കടിച്ച് കീറുന്ന രീതിയിൽ ഉള്ളൊരു പട്ടികൾ ബാലേന്ദ്രൻ്റെ കാറിൻ്റെ ഒക്കെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് സ്റ്റാൻലിനെ തന്നെയാണ്. സ്റ്റാൻലി മദ്യം ഒഴിച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ബ്ലറായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ കഥാനായകനെ നമ്മുടെ അടുത്തെത്തി കഴിഞ്ഞ് നാളത്തെ എപ്പിസോഡിൽ സ്റ്റാൻലിനെ ശരിക്കും കാണിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് ഉള്ളത്. സ്റ്റാൻലി മദ്യപിക്കുന്നത്. അപ്പോൾ 24 മണിക്കൂറും വെള്ളമടിക്കുന്നൊരു പാർട്ടിന് സ്റ്റാൻലി നമ്മൾ പ്രതീക്ഷിച്ച പോലത്തെ ഒരു ആളല്ല. അലീനയുടെ അച്ഛൻ എന്തായിരിക്കും എന്നുള്ള കാര്യം ദൈവത്തിന് മാത്രം അറിയാൻ പറ്റുള്ളൂ. ഇരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് എന്ന് പറഞ്ഞതുപോലെ അലീനയുടെ അവസ്ഥ വീണ്ടും ദുരിതത്തിലേക്ക് ആവുമെന്നാണ് തോന്നുന്നത്. അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ കാണിക്കുന്നത്. പിന്നെ പട്ടിയും അലീനയും തമ്മിൽ നല്ല സെറ്റപ്പ് ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകും എന്നാണ് തോന്നുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.